ഡിസ്ചാർജ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഡോക്ടർ ജാനകിക്ക് അറിയാമല്ലോ, വീട്ടിൽ ചെന്ന് ആദ്യത്തെ 1-2 ദിവസം കഴിയുമ്പോൾ കെയറിംഗ് ഒക്കെ അങ്ങ് ലൂസാവും. ഏയ്, അവര് നന്നായിട്ട് ശ്രദ്ധിച്ചോളും. ഒരാഴ്ച കൂടെ ഇവിടെ കിടക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. പിന്നെ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ ഡോക്ടർ ജാനകി. ഡോക്ടർ ചോദിക്കുമ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഈ അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുന്നുണ്ട്. വീട്ടിലാവുമ്പോ മോർ ബെറ്റർ ആയേക്കുമെന്ന് തോന്നി. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, തീരുമാനം ഡോക്ടറുടേതാണ്. ഇവിടെ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നറിയാലോ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. താങ്ക് യു ഡോക്ടർ. ആ പിന്നെ ആ കുട്ടിയുണ്ടല്ലോ, എന്താ പേര്? ആ, ദേവിക. ആ കുട്ടിയെ എപ്പോഴും കൂടെ തന്നെ നിർത്തണം. ചോദിക്കാൻ വിട്ടു, ആക്ച്വലി പേഷ്യന്റ് ആരാ കുട്ടി? അത് മകളല്ലെന്ന് പറഞ്ഞു, റിലേറ്റീവ് ആണോ? ആണെന്ന് പറയാം. ആള് കുറച്ചു നാളത്തേക്ക് ഫ്രീ ആവുമല്ലോ അല്ലേ? ഇപ്പോ വർക്കൊന്നും ചെയ്യുന്നില്ല. സിദ്ധാർത്ഥ സാർ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ പ്രസൻസ് ആണ്. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ആ കുട്ടിയോടാണ്. ഫുഡ് ഇത്രയൊന്നും കഴിച്ചാ പോരാ, വേഗം എഴുന്നേറ്റ് നടക്കണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ദിവസവും കാലത്ത് മുതല് വൈകുന്നേരം വരെ 19 പേരെങ്കിലും വന്ന് പുറത്തു നിന്നിട്ട് പോവും. പാർട്ടിക്കാര്, പാവങ്ങള്, അവരച്ഛനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീക്കിംഗ് എബിലിറ്റി ഇംപ്രൂവ് ആകാൻ ആ കുട്ടിയുടെ പ്രസൻസ് മസ്റ്റാണ്. ഞാൻ മിസ്റ്റർ സിദ്ധാർത്ഥിന്റെ വൈഫിനോട് പറയാം. ഓക്കെ ഡോക്ടർ. താങ്ക് യു. ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ അവരെ വിളിച്ച് ചുറ്റും നിർത്തി 4 മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് കേട്ട അച്ഛൻ ചാടി എഴുന്നേക്കുന്ന. എന്തായി തീരുമാനം? ഓ, മാറ്റമൊന്നുമില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യാം. പ്രഭ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? ദേവിക്ക് എന്ത് ചെയ്യാനാ തീരുമാനം? അവളെ ഒരു കാരണവശാലും ചന്ദ്രോത്തേക്ക് കൊണ്ടുപോവില്ല. അത് തന്റെ തീരുമാനം. അങ്ങനെ തന്നെ നടക്കണമെന്നുണ്ടോ? അതെന്താ, ഇതുവരെ അവിടെ അങ്ങനെ തന്നെയല്ലേ നടക്കാറുള്ളൂ? ഇതുവരെ അതെ, പക്ഷേ സിദ്ധു അപകടത്തിൽപ്പെട്ട് കിടപ്പിലായത് മുതൽ നന്ദൻ കാര്യങ്ങളിലെല്ലാം സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ തുടങ്ങിയെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദേവികയുടെ കാര്യത്തിൽ അവൻ നിലപാട് കടുപ്പിച്ചാൽ താൻ എന്തു ചെയ്യും? അത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെയാ? ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞ കാര്യമാണ്. നന്ദനും രജനിക്കും ബാക്കി എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അവളാണെങ്കിൽ സ്വന്തം മകളെ പോലെയാ സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ സിദ്ധു മറ്റാരെക്കാളും ദേവികയുടെ പ്രസൻസ് ആഗ്രഹിക്കുക. അത് പതുക്കെ മാറിക്കോളും. ബുദ്ധിമുട്ടാണ് പ്രഭ. നമ്മളൊരു രോഗത്തെ തോൽപ്പിക്കുന്നത് മെഡിസിൻ കൊണ്ട് മാത്രമല്ല, രോഗിയുടെ മനസ്സുകൊണ്ട് കൂടിയാണ്. മനസ്സ് തളർന്നാൽ മരുന്നും തളരും. ഇപ്പ ദേവിക സിദ്ധുവിന് മരുന്നാണ്. അവളെ കാണാതെയാകുമ്പോ അയാൾക്ക് തോന്നുന്ന നിരാശ വലിയ എഫക്റ്റ് ഉണ്ടാക്കിയേക്കും. എന്തു പറഞ്ഞാലും എനിക്ക് അവളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? തിരിച്ചെന്തെങ്കിലും പറയണ്ടേ? മതിയായി അല്ലേ? ശരി, ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാവേ. അവളേക്കാൾ നല്ലൊരു നഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കും. ജാനകി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്തു വേണമെങ്കിലും കൊടുക്കാം. ദേവിക്ക് പോയ കുറവ് സിദ്ധു അറിയരുത്. അതുപോലെ നോക്കുന്ന ഒരാൾ വേണം. കിട്ടില്ലേ? ഇവിടെ നല്ല നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. അതില് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരാളെ നോക്കാം. അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. മതി, അത് മതി. പ്രഭ, അത് ദേവികയെ ഒഴിവാക്കുന്നത് നന്ദൻ അറിയില്ല. അതെനിക്ക് വിട്ടേക്ക്. അപ്പൊ ശരി, ഞാൻ പോട്ടെ. റൗണ്ട്സ് ഉണ്ട്.
സിദ്ധു സിദ്ധു എന്താ പറ്റിയേ? സിദ്ധു എന്താ ഡോക്ടറെ വിളിക്കണോ? സിദ്ധു ദേവിക, എടി ദേവിക, എന്താ എന്ത് പറ്റി? സിദ്ധു അയ്യോ അയ്യോ എന്താ പറ്റി? അമ്മേ, നിന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ചുമച്ച് ഛർദിച്ച് ആള് താഴെ പോയനെ. ഇങ്ങനെയാണോ ഒരു രോഗിയെ നോക്കുന്നത്? ഞാൻ ഈ പാത്രങ്ങൾ കഴുകാൻ ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നേ? മുഴുവൻ സമയവും അടുത്തുണ്ടാവണമെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഛർദിച്ച ആള് താഴെ വീണ് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നീ? ഇറങ്ങി പോടി, പോവാൻ. പോ. അമ്മേ, അമ്മേ, അമ്മ എന്തേ കാണിച്ചത്? എന്താ എന്താ നിന്റെ പ്രശ്നം? ഇങ്ങനെയാണോ ഒരു രോഗിയെ നോക്കേണ്ടത്? ആണോന്ന്? നിന്റെ അച്ഛന് എന്ത് സംഭവിച്ചാലും നിനക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലേ? അമ്മേ, അവള് പറഞ്ഞില്ലേ? മിണ്ടരുത് നീ. അവൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനല്ല. എന്റെ സ്ഥാനത്ത് പാർട്ടിക്കാരോ പത്രക്കാരോ ആണിത് കണ്ടുകൊണ്ട് വരുന്നതെങ്കിൽ സിദ്ധാർത്ഥന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വാർത്ത ഇറങ്ങും, അല്ലേ? ദേവിക മനഃപൂർവ്വം ശ്രദ്ധിക്കായിരുന്നാണോ? പാത്രങ്ങൾ കഴിവെക്കാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ കയറിയതല്ലേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുന്ന രോഗിയുടെ അടുത്ത് നിന്ന് തനിച്ചാക്കി എങ്ങോട്ടും പോവാൻ പാടില്ല. ഏത് സമയത്തും തിരികെ മറിയാൻ ചെയ്യാം. അടുത്ത ആളില്ലെങ്കിൽ മറിഞ്ഞ് താഴെ വീഴും. ഇവിടെ ഇപ്പൊ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. വെറുതെ ദേവിയെ തല്ലിയത് ശരിയായില്ല. നന്ദ, ഒച്ചയെടുക്കണ്ട. എന്തും സഹിക്കുമെന്ന് കരുതിയിട്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തത്? ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛനെ നോക്കുന്ന ഒരാളെ ഒരു നിസ്സാര കാര്യം പറഞ്ഞ അമ്മ തല്ലിയത്. ദേവിക്ക് പകരം ഈ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫാണ് ഇവിടെ നിൽക്കുന്നെങ്കിൽ അമ്മ അവരെ തല്ലുവോ? ഇല്ലല്ലോ. എന്തിനൊരു മര്യാദ വേണം, ആരായാലും വേണം. മതിയടാ. എന്താ ഞാൻ വേണ്ടത്? പറയൂ, ഞാൻ എന്തു വേണം? ഞാൻ പോയി അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണോ? വേണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ചെയ്ത തെറ്റ് ബോധ്യമായാൽ ഒരു ക്ഷമ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ശമ്പളം കൊടുക്കുന്ന ആള് തെറ്റ് ചെയ്താ പറയാം, ഏറിപ്പോയാൽ ശകാരിക്കാം. പക്ഷേ ചവിട്ടി അരയ്ക്കരുത്. അത് ദേവിക ഒഴിച്ച് മറ്റാരാണെങ്കിലും പുറത്തുനിന്ന് വരില്ല.
സ്വഭാവം അറിയല്ല. ദേഷ്യം വന്നാ ആരെന്ന് എന്താന്നുമില്ല. അമ്മ പറയുന്ന മാത്രം ന്യായം. സാരമില്ല നന്ദു, ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ കണ്ടീഷനിലുള്ള പേഷ്യൻസിന് ഫുഡ് കൊടുത്താ അപ്പൊ തന്നെ അടുത്തുനിന്ന് മാറിക്കൂടാ. എനിക്കറിയില്ലായിരുന്നു. പാത്രം കഴുകി വെച്ചിട്ട് വന്ന് അടുത്തിരിക്കാന്ന് കരുതി. അതാ പറ്റിയത്. അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. ഇത് ആർക്കായാലും അമ്മയ്ക്കായാലും പറ്റാവുന്ന അബദ്ധമാ. മനഃപൂർവ്വം ആരും ചെയ്യില്ലല്ലോ. കാര്യം പറഞ്ഞ പോരെ, അതിന് തല്ലണോ? പോട്ടെ നന്ദു, ദേഷ്യം വന്നപ്പോ അറിയാതെ ചെയ്തു പോയതാവും. എനിക്ക് വിഷമമൊന്നുമില്ല. ഇല്ലല്ലേ? ദേവിക്ക് ഒട്ടും വിഷമായില്ലല്ലോ? എനിക്കത് വല്ലാതെ നൊന്തു. നല്ല കണക്കിന് പറഞ്ഞിട്ടാ ഞാൻ പോന്നേ. അമ്മയോട് എന്തിനാ ഇങ്ങനെ വെറുതെ? അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിതിനാണെന്ന് പറഞ്ഞ് നടക്കുന്നേ. അരുത്, എനിക്ക് വേണ്ടി നന്ദു അമ്മയോട് വഴക്കിന് പോരുത്. ആന്റിക്ക് എന്നോട് ദേഷ്യം കൂടത്തേ ഉള്ളൂ. ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആന്റിക്ക് വല്ലാത്ത ടെൻഷനാ. അതിനിടയില് നന്ദു ഓരോന്ന് പറഞ്ഞ ആന്റി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് മറക്കരുത്. ഒക്കെ അറിയാം, പക്ഷെ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? തൽക്കാലം നമുക്കതിന് പരിധിയില്ല. നന്ദു പോയിക്കോളൂ. എന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട പിന്നെ അത് മതി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. പ്രശ്നം ഉണ്ടാകട്ടെ. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ പറ്റില്ലല്ലോ. ഇത് അതിനൊന്നുമുള്ള സ്ഥലവും സമയവും അല്ല. അച്ഛൻ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മളെ മനസ്സ് വേദനിപ്പിക്കരുത്. നന്ദു പോയിക്കോളൂ. നിന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ. ആ ചേച്ചിയാണോ? എത്ര നേരമായിട്ട് വിളിക്കുന്നു. ചേച്ചി എന്താ ഫോൺ എടുക്കാത്തെ? അത് ഫോൺ മുറിയിലിരിക്കായിരുന്നു മോളെ. എന്തിനാ വിളിച്ചേ? എന്താ ചേച്ചി ശബ്ദമല്ലാണ്ടിരിക്കുന്നെ? സുഖമില്ലേ? ഒന്നുമില്ല. ചേച്ചി കരഞ്ഞോ? എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടി, നിനക്ക് തോന്നിയതാ. എന്താ വിളിച്ചേ? വെറുതെ വിളിച്ചതാ. ഇവിടെ ആകെ പ്രശ്നമാ, അറിയാലോ. ജയിലിൽ കഴിയുന്ന പോലെയാ. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അച്ഛനാണോ കാവൽ? അച്ഛന് വയ്യ, കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടേക്കുവാ. അയ്യോ, എന്തു പറ്റി? മുരളിയേട്ടന്റെ കല്യാണത്തിന് തല്ലിപ്പൊളിക്കാൻ പോയതാ. അവിടെ വെച്ച് ആരോ തല്ലി ഓടിച്ചതെന്നാ പറഞ്ഞത്. ഈശ്വര, ആരാ അച്ഛനെ തല്ലിയത്? ആരായാലെന്താ, രണ്ട് കൈയും തല്ലി ഓടിക്കാത്ത തന്നെ ഭാഗ്യം. കയ്യിലിരിപ്പാ ജാതിയല്ലേ. അതുപോട്ടെ, സാറിനെ ഡിസ്ചാർജ് ചെയ്യാറായോ? ചിലപ്പോ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. ഡിസ്ചാർജ് ആയ ചേച്ചി എന്ത് ചെയ്യും? അവര് സാറിന്റെ കൂടെ ചന്ദ്രത്തേക്ക് കൊണ്ടുപോവോ? അത് തന്നെയാ പ്ലാൻ. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ചെന്നാലേ എനിക്ക് നിങ്ങളുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇനി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് അപകടമാ. നന്ദുന്റെ അച്ഛൻ പഴയ അവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കണ്ടായിരുന്നു. വേറെ എങ്ങോട്ട് പോവാനാ ചേച്ചി? നിങ്ങൾക്ക് രാത്രി അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ പറ്റുമോ? എന്നിട്ട് നന്ദുവും മുരളേട്ടനും വരും. അവര് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് എവിടെ താമസിക്കും? ആദ്യം നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്, ബാക്കി പിന്നെ ആലോചിക്കാം. ശാരി എന്താ പറഞ്ഞ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. നന്ദു വേഗം അച്ഛനടുത്തേക്ക് ചെല്ല്, ഞാനിവിടെ നിന്നോളാം. ചെല്ല് നന്ദു.
എടോ നിങ്ങളെ ഇവിടെ കാവലേൽപ്പിച്ചിട്ട് പോയിട്ട് എന്താ സംഭവിച്ചേ? ശാരിക പുഷ്പം പോലെ ഇവിടുന്ന് ചാടി പോയില്ലേ? ഇല്ലടോ പോയി. ഇത്രയും കാശ് മുടക്കി ആളിനെ വിളിച്ചിട്ട് താലി കെട്ടാ ഒരുങ്ങി വരുമ്പോ പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ ഞാൻ എന്തോ ചെയ്യും? ഇല്ല കാർത്തിക, ഞാനങ്ങനെ കൈമലർത്തില്ല. ഓ അതുപോലെ എങ്ങനെ പറ്റും? വളർത്താൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒടിഞ്ഞു തൂങ്ങി കിടക്കല്ലേ? ഇവിടെ കല്യാണത്തിനും തന്റെ ഭാര്യയും മോളും ഇവിടെ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? അതുറപ്പിച്ചോ? ഇനി അങ്ങനെ ഉണ്ടാവും. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനിനി ഇല്ല. ഈ കല്യാണം നടക്കേണ്ടത് മാധവേട്ടന് മാത്രം ആവശ്യമായതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെടും? ഇതന്നെ മറ്റേ കൈയും കൂടെ തല്ലി ഒടിച്ചിട്ട് അവര് പോവും. കാർത്തികേയ, ഞാൻ താനിനി ഒന്നും പറയണ്ട, ഞാനിനി ഒന്നും നോക്കുന്നില്ല. ഇത്താപ്പി വരട്ടെ, അവരോടുണ്ടെങ്കിൽ തന്റെ മോളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. കാർത്തിക വേണ്ട. അവളൊരു കൊലപാതകം നടത്തിയിട്ട് ജയിലിൽ പോയതല്ലേ? ജയിലിലും അതിനൊരു കുറവുമില്ലാന്നാ കേട്ടത്. അങ്ങനെ ഒരുത്തി ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത് എങ്ങനെയാ? രാധയ്ക്ക് മോക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാവണം. ഇത്താപ്പി രണ്ടിനെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കും. തള്ളയുടെ മോളുടെ അഹങ്കാരത്തിന് അതേ ഉള്ളൂ വരുന്നത്. അതൊരുപാട് കടുത്തു പോകും. ഇത്താപ്പിയൊന്നും അവർക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കല്യാണം നടക്കുന്നവരെ അവരിനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഞാൻ ഏറ്റു അത്. വേണമെങ്കിൽ ഞാൻ 2 കൂട്ടുകാരെയും കൂടി വിളിച്ചു നിർത്താം, രാത്രി മാത്രം. എന്നിട്ട് വേണം എല്ലാവരും കൂടെ വെള്ളം അടിച്ച് അലമ്പാക്കാൻ. അവക്ക് പോവാൻ എളുപ്പമാവും. ഇല്ല, ഞാൻ അടിക്കില്ല. അന്ന് പറഞ്ഞേ പിന്നെ തൊട്ടില്ല അല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലെന്നേ. വേണ്ടേ എന്റെ മുഖത്ത് നോക്കി പറ. ഒരെണ്ണം തല്ലുകൊണ്ട് എന്റെ വിഷമം മാറ്റാനാ, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ എന്നും കുടിക്കാലോ. താൻ എന്നാ തല്ല് കൊള്ളാത്തത്? ഇല്ല, ഞാനിനി പുറത്തിറങ്ങുന്നേ ഇല്ല. വേണ്ട, ഇനി ആ കാര്യം സംസാരിക്കണ്ട. ഇത്താപ്പി വരും. അവര് നമ്മൾ വിചാരിച്ച പോലെയല്ല. ചിലപ്പോ കാർത്തികനെ ഉപദ്രവമായിട്ട് വരും. ക്രിമിനൽസിനെ കൂട്ടുപിടിച്ചാലുള്ള കുഴപ്പതാ. അതേട്ടാ, അതൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ക്രിമിനൽസിനെ കുറിച്ച് എനിക്കറിയാവുന്നത് അത്ര തനിക്കറിയില്ലല്ലോ. പിന്നെ ഇത്താപ്പി ഞാൻ പറഞ്ഞിടത്ത് നിൽക്കും. താൻ നോക്കിയോ. കാർത്തികേയൻ ആരാണെന്നും എന്താണെന്നും ഇത്താപ്പിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ചുവട് പോലും അവള് വയ്ക്കില്ല. അതിനുള്ള ചരടെ എന്റെ കയ്യില. അതിന്റെ മറ്റേ അറ്റം അവളുടെ കഴുത്തിലും. കാർത്തിക ഒന്നുകൂടി ആലോചിച്ചിട്ട്. നല്ലവണ്ണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണിത്. അതിനൊരു മാറ്റവും ഇല്ല. കാർത്തിക, അതെ, ഇത്താപ്പിക്കുള്ള മുറിയൊക്കെ നേരെ തുടച്ച് വൃത്തിയാക്കി വെച്ചോ. വന്ന് കേറുമ്പോ തന്നെ തല്ല് വാങ്ങിക്കാൻ നിൽക്കണ്ട. ഈ കൈയും കൂടി ഓടി ചോദിച്ചാല. അത് സാരമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് നിനക്ക് ഞാനത്. എന്താ പെണ്ണുമ്പിളെ, കണ്ണാണ്ടൂടെ? പെണ്ണുമ്പിളയോ? എന്താടാ എന്താ നീ പറഞ്ഞത്? എടാ ഒരു ചായ എടുത്തേ. അത് അയാൾക്ക് വെച്ചതാ. തൽക്കാലം ഞാൻ കുടിച്ചോളാം. നീ വേറെ ഒരെണ്ണം എടുത്തു കൊടുക്കാൻ നോക്ക്.
നീ എന്റെ കടയിൽ കയറി വന്ന് എന്നെ ഭരിക്കണ്ട. എന്താടാ? നീ ചായ മര്യാദയ്ക്ക് അയാൾക്ക് കൊടുക്ക്. ഇല്ലെങ്കിൽ നീ എന്നെ എന്തെയ്യും? ഒലിച്ചോടാ. വെളച്ചിലെടുക്കല്ലേ. നിന്നെ പോലെ കൊറേ എണ്ണത്തിന് ദിവസം ഞാൻ കാണുന്നതാ. കൊടുക്കടി ചായ. നിന്റെ ഒരു ചോയ. എന്താണ് നീ കാണിച്ചത്? മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്നെയും കത്തിക്കും, കടയും ഞാൻ കത്തിക്കും. അവൻ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു, പട്ടി. ചേട്ടാ ഇതാ കൊലപ്പുള്ളിയാ, ഇത്താപ്പി.